ഇൻസൈഡിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത എന്താണ്? നിമിഷപ്രിയയുടെ മോചനം ഉടൻ ഉണ്ടാകുമോ? തലാലിന്റെ കുടുംബം അയഞ്ഞോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ പുറത്തുവരികയാണ്. പക്ഷേ എന്നാൽ ഇറാന്റെ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇറാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ള നീക്കം തന്നെയാണ് ഏറ്റവും വലുത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കി ഇന്ത്യ. ഇറാനെ മധ്യസ്ഥ ശ്രമത്തിൽ പങ്കാളിയാക്കാൻ തന്നെയാണ് പുതിയ നീക്കം. യമനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ. ഇതാണ് ഇത്തരമൊരു നീക്കത്തിന് കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഇറാൻ ചതിക്കുമോ എന്നുള്ള ഒരു ഭയം കൂടി ഇന്ത്യക്ക് ഏതായാലും ഉണ്ട്. ഇറാന്റെ ചതിവ് മണത്താൽ അപ്പോൾ തന്നെ തുടർ നടപടി സ്വീകരിക്കാനുള്ള നീക്കവും ഇന്ത്യ ശ്രമിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ഇറാൻ പറഞ്ഞാൽ യമൻ കേൾക്കുമോ എന്നറിയില്ല. പക്ഷേ ഇറാന്റെ ഈ ഒരു സംഭവ വികാസങ്ങൾക്ക് ശേഷമൊക്കെ തന്നെ ഇത്രയും നാളും വലിയ രീതിയിലൊന്നും തന്നെ പിന്തുണ നൽകാതിരുന്ന യമൻ ഗോത്ര തലവന്മാർ പലസ്തീന് പിന്തുണയുമായി വരുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം മറ്റ് ചില യുദ്ധതന്ത്രങ്ങളിൽ കൂടി ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാൻ പറഞ്ഞാൽ യമൻ കേട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ നിമിഷപ്രിയയുടെ നീക്കങ്ങൾ അത് വളരെ വേഗത്തിൽ തന്നെ ആക്കാനുള്ള സാധ്യതയുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്നുള്ള ഇളവിനുള്ള നടപടികൾ വളരെ വേഗത്തിലാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന വാർത്തയായിരിക്കില്ല വരുന്നത് എന്നുള്ള കാര്യവും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ വിപരീതമായി ഒന്നും നടക്കരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണുള്ളത്. ഇപ്പോഴും യമനിൽ നിമിഷപ്രിയയുടെ കുടുംബം തുടരുകയാണ്. എല്ലാ ദിവസവും കഴിയുന്നത്ര ചർച്ച നടത്താൻ തന്നെയാണ് തീരുമാനങ്ങൾ. പക്ഷേ ആ തീരുമാനങ്ങൾ പാതി വഴിയിൽ വെച്ച് നിന്നു പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാനും അറിയാനും ഒക്കെ സാധിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചതോടുകൂടി തുടർ ചർച്ചകൾക്ക് കളം ഒരുങ്ങിയിരുന്നു. ഇത് യമനുമായി നല്ല യോജിപ്പുള്ള രാജ്യങ്ങളെ സമീപിക്കാൻ ഇന്ത്യക്ക് വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി മധ്യസ്ഥ സംഘം ഇനി യമനിലേക്ക് പോകുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. ഇപ്പോൾ ആരെയും കാണേണ്ടതില്ല എന്ന നിലപാടിലാണ് കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബം. അത്തരമൊരു സാഹചര്യത്തിൽ മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കുന്നത് വെല്ലുവിളിയാണ് എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ഒരുപക്ഷെ മറ്റാരെയും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇറാൻ എന്ന രാജ്യം, അതായത് യമനിലെ ജനത, യമൻ വിശ്വാസികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, യമനിലെ പൗരന്മാർ ഒരുപക്ഷെ വളരെ പ്രാധാന്യത്തോടു കൂടിയും വളരെ ബഹുമാനത്തോടു കൂടി കരുതുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ ഒരുപക്ഷെ ഇടപെട്ടാൽ മാത്രമേ ഇനി നമുക്ക് എന്തെങ്കിലും നീക്കമുള്ളൂ. പക്ഷേ തലാൽ ആ വാതിൽ കൊട്ടിയടക്കുകയാണ്. തലാലിന്റെ സഹോദരൻ അബ്ദുൾ മഹദി ആ വാതിൽ കൊട്ടിയടക്കുകയാണ്. നിമിഷപ്രിയയ്ക്ക് മുമ്പിലുള്ള എന്തായാലും അത് മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കുന്നത് വെല്ലുവിളിയാണെന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ നിലപാട്. 4 അംഗ സംഘം യാത്രാനുമതി തേടാനായി ഇരിക്കെയാണ് ഇത്തരമൊരു വിലയിരുത്തലിൽ കേന്ദ്രം എത്തി നിൽക്കുന്നത്. മധ്യസ്ഥ ചർച്ചയ്ക്ക് യമനിൽ പോകണമെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ 2 പ്രതിനിധികൾ സംഘത്തിൽ വേണമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യങ്ങളുമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ പരമോന്നത കോടതി നിർദ്ദേശിക്കുകയും ഒപ്പം ഒരു ഉപദേശവും നൽകിയിരുന്നു. ഒപ്പം ഒരു ചോദ്യവും കൂടി ചോദിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് നിമിഷപ്രിയയുടെ കുടുംബം തന്നെ ഇല്ലേ, നിമിഷപ്രിയയുടെ കുടുംബം ചർച്ച ചെയ്യാൻ കൂടുതൽ ആര് ചർച്ചിക്കണം എന്ന അടക്കമുള്ള കാര്യങ്ങളും ചോദിച്ചിരുന്നു. എന്തായാലും വിഷയത്തിൽ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നാണ് കേസ് പരിഗണിച്ച വെള്ളിയാഴ്ചയും അറ്റോർണി ജനറൽ കോടതിയിൽ വ്യക്തമാക്കിയത്. അതേസമയം നിമിഷപ്രിയയുടെ അമ്മ ഇതിനകം യമനിൽ ഉണ്ടായല്ലോ എന്ന കാര്യം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി തങ്ങളുടെ ആവശ്യം കേന്ദ്രം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നായിരുന്നു സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്റെ പ്രതികരണം. എന്നാൽ അത് നടന്നില്ല. ഓഗസ്റ്റ് 14 ഇനി സുപ്രീം കോടതി കേസ് പരിഗണിക്കും. ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ നേരത്തെ യമൻ അധികൃതർ തീരുമാനിച്ചത്. എന്നാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഇടപെടലിനെ തുടർന്ന് ഇത് മാറ്റിവെക്കുകയായിരുന്നു. ഓഗസ്റ്റ് 14 എന്ന് പറയുന്ന ഒരു നിർണായക ദിവസം തന്നെയാണ് നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട നീക്കം ഉണ്ടെങ്കിൽ, എന്തായാലും നയതന്ത്ര തലത്തിൽ ഒരു വലിയ നീക്കം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ മോചനം കൂടുതൽ എളുപ്പമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ത്യ ഇറങ്ങിക്കളിക്കാത്ത ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അതായത് ഈ നിമിഷപ്രിയയുടെ മോചനമായി ഉണ്ടായി അവിടെ യമനിലെ പൗരന്മാർ അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയും അതുപോലെ തന്നെ യമനുമായുള്ള നല്ല ബന്ധം തെറ്റാനുള്ള സാഹചര്യമുണ്ട്. അതെല്ലാം കൂടി കണക്കിലെടുത്ത് ഒന്ന് നോക്കിയും കണ്ടും മാത്രമേ കേന്ദ്രത്തിന് കളിക്കാൻ സാധിക്കുകയുള്ളൂ. ജൂലൈ 16 ശിക്ഷ നടപ്പാക്കാനുള്ള വിധി വന്നത്. എന്നാൽ ഓഗസ്റ്റ് 14 സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം കൂടി അതീവ നിർണായകമായിരിക്കും. കേന്ദ്രം കൃത്യമായി ഇടപെടണം എന്നുള്ള ഒരു ആവശ്യം സുപ്രീം കോടതി പറയുകയാണെങ്കിൽ ഒരു പക്ഷേ കേന്ദ്രം
കൃത്യമായി തന്നെ ഇപ്പോഴും ഇടപെടുന്നില്ല എന്നല്ല, പക്ഷെ അപ്പോഴും കൂടുതൽ ശക്തമായ ഒരു ഇടപെടൽ, നയതന്ത്ര തലത്തിലൊരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും എന്നുള്ളതാണ്, നമുക്കത് പ്രതീക്ഷിക്കാം. എന്നാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഇടപെടലെ തുടർന്ന് ഇത് മാറ്റിവെക്കുകയായിരുന്നു. യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ട തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ കുടുംബത്തിന് മാത്രമാണ് അവകാശമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കുടുംബത്തിന് പുറമെ പവർ ഓഫ് അറ്റോർണിക്കും ചർച്ച നടത്താം. ഇവർക്ക് എല്ലാവിധ സഹായവും സർക്കാർ നൽകുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംഘടന ചർച്ച നടത്തിയാൽ മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്ന് അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി സുപ്രീം കോടതിയെ അറിയിച്ചു. അതേസമയം ചർച്ചകൾക്കായി നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് സുപ്രീം കോടതി അനുമതി നൽകി. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ച കാര്യം അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി സുപ്രീം കോടതിയെ അറിയിച്ചു. മോചന ചർച്ചകൾ നടക്കുകയാണ് എന്നും അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ മോചനം സാധ്യമാണെങ്കിൽ ആദ്യം കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രാഗേന്ദ്ര ബസന്ത് ചൂണ്ടിക്കാട്ടി. ഇതിനായി തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തുന്നതിന് ഒരു മധ്യസ്ഥ സംഘത്തിന് യമനിൽ പോകാനുള്ള അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും അദ്ദേഹം കോടതിയെ അഭ്യർത്ഥിച്ചിരുന്നു. മധ്യസ്ഥ സംഘത്തിലെ 2 പേർ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളും 2 പേർ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സംഘത്തിൽപ്പെട്ടവരും ആയിരിക്കണമെന്നാണ് സീനിയർ അഭിഭാഷകൻ രാഗേന്ദ്ര ബസന്തും അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനും കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്താൻ അവകാശം നിമിഷപ്രിയയുടെ കുടുംബത്തിനാണ് എന്ന് അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി. നിമിഷപ്രിയയുടെ അമ്മ നിലവിൽ യമനിൽ ഉണ്ടെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു. നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് ചർച്ചകൾ നടത്താനുള്ള പ്രാപ്തിയില്ല എന്നും ആക്ഷൻ കൗൺസിലിന്റെ അഭിഭാഷകൻ അറിയിച്ചു. നിമിഷപ്രിയയുടെ അമ്മയെ സഹായിക്കാനായി ഒരു പവർ ഓഫ് അറ്റോർണി ഉണ്ടെന്നും അറ്റോർണി ജനറൽ വ്യക്തമാക്കി. കാന്തപുരത്തിന്റെ പങ്ക് ആവർത്തിച്ചു പറയുകയായിരുന്നു കൗൺസിൽ. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനോട് നന്ദിയുണ്ട് എന്ന സീനിയർ അഭിഭാഷകൻ രാഗേന്ദ്ര ബസന്ത് കോടതിയെ അറിയിച്ചു. വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന് പുറമെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പങ്കും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഹാജരാക്കുന്ന അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കി. 3 തവണ കാന്തപുരത്തിന്റെ പങ്ക് സീനിയർ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയെങ്കിലും അതേക്കുറിച്ച് അറ്റോർണി ജനറൽ ഒരു തവണ പോലും പരാമർശിച്ചില്ല. ചർച്ചകൾ നടന്ന വരികയാണ് എന്നും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും മാത്രമാണ് അറ്റോർണി ജനറൽ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മധ്യസ്ഥ സംഘത്തിന് ഏതായാലും ഇനി യമനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. സുപ്രീം കോടതിയുടെ വിധി അടുത്ത മാസം 14-ാം തീയതി വരുന്നുണ്ട്. അതിനു മുൻപ് യമനിൽ നിന്നും ഏതെങ്കിലും നിർണായകമായ നീക്കം ഉണ്ടാകുമോ എന്നതുകൂടി കണ്ടറിയേണ്ടതുണ്ട്. ഇറാൻ ചതിക്കുമോ ഇല്ലയോ, കൂടെ നിൽക്കുമോ എന്നുകൂടി നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്.